ഹായ് ഫ്രണ്ട്സ്, റൂട്ട്സ് ആൻഡ് റൂട്ട്സ് ഓസി വ്ലോഗ്സിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പൊ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ നഴ്സസിനെ പറ്റി പറഞ്ഞത് വൈ ഓസ്ട്രേലിയ ഈസ് ബെറ്റർ ഫോർ നഴ്സസ് ആ ടോപ്പിക്കിനെ പറ്റിയാണ് ചർച്ച ചെയ്തത് അല്ലേ. അപ്പം എനിക്ക് കമന്റുകളായിട്ടും അതോടൊപ്പം തന്നെ എൻ്റെ ഫ്രണ്ട്സും ഒക്കെ കൂടുതലായിട്ട് ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആണ്, എക്സാക്ട്ലി എന്താണ് ഈ നേഴ്സിംഗ് ഹോം എന്നതിനെ പറ്റി ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പറയാമോ എന്ന് ചോദിച്ചു. അപ്പൊ എനിക്ക് തോന്നി, കാരണം ഇപ്പൊ നമ്മൾ പറഞ്ഞു ഒത്തിരി നഴ്സസിന് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് ഓസ്ട്രേലിയയിലേക്ക്. അപ്പൊ നമ്മൾ കൂടുതലും ഒന്നെങ്കിൽ ഇപ്പൊ UK അല്ലെങ്കിൽ അയർലൻഡില് സെറ്റിൽ ആയിട്ടുള്ള ഒരാളായിരിക്കും നമ്മൾ. അപ്പൊ നമ്മൾ കൂടുതലും PR വിസ അതിനായിരിക്കും മുൻഗണന കൊടുക്കുന്നത്. അപ്പൊ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ കൂടുതലും നമ്മുടെ നേഴ്സിംഗ് ഹോംസുകളാണ് നമുക്ക് ഈ എംപ്ലോയേഴ്സ് ആണ് നമുക്ക് കൂടുതലും PR വിസകൾ സ്പോൺസർ ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു ഹോസ്പിറ്റൽ സെറ്റിങ്ങിൽ വർക്ക് ചെയ്യുന്ന ഒരു നേഴ്സ് നമുക്ക് കിട്ടുന്ന ഓപ്പർച്യൂണിറ്റി അക്സെപ്റ്റ് ചെയ്യാനേ നോക്കത്തുള്ളൂ. അതിപ്പോ നേഴ്സിംഗ് ഹോമിലാണെങ്കിൽ കൂടെ നമുക്കൊരു ബേസിക് ഐഡിയ ഇല്ലെങ്കിലും നമ്മൾ അതിലേക്ക് വരാനായിട്ട് ശ്രമിക്കും. അപ്പൊ അങ്ങനെ വന്നിട്ടുള്ള നഴ്സസ്മാരും അങ്ങനെ ഇനി വരാനിരിക്കുന്ന നഴ്സസ്മാരും ഒത്തിരി ഉണ്ട്. അപ്പം അവർക്കും കൂടെ ഉപകാരപ്പെടുന്നതിന് വേണ്ടിയിട്ടാണ് ഇന്ന് നമ്മൾ ഇങ്ങനെ ഒരു ടോപ്പിക്കിനെ പറ്റി ചർച്ച ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ഫസ്റ്റ് ആയിട്ട് എന്താണ് നഴ്സിംഗ് ഹോമിനെ പറ്റി നോക്കാം. അപ്പൊ ഈ നഴ്സിംഗ് ഹോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പൊതുവെ നമ്മുടെയൊക്കെ സ്ഥലത്ത് ഈ നഴ്സിംഗ് ഹോംസ് എന്ന് പറയുന്ന ആ ഒരു ഓർഗനൈസേഷൻ തന്നെ ഇല്ല അല്ലെ. പക്ഷെ ഇപ്പം ഈ ഒരു സാഹചര്യത്തിൽ അല്ലെങ്കിൽ ഇപ്പം കൂടുതൽ ആൾക്കാരും പുറത്തൊക്കെയാണ് വർക്ക് ചെയ്യുന്നത്, മക്കളൊക്കെ ആണെങ്കിലും പുറത്തൊക്കെയാണ് ജോലി ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ പേരൻസിനെ നോക്കാൻ വേണ്ടിയിട്ട് ഇപ്പം യൂറോപ്യൻ കൾച്ചേഴ്സിലും അതുപോലെ തന്നെ എന്താ പറയാ സ്പെഷ്യലായിട്ട് പറയുകയാണെങ്കിൽ UK, അയർലൻഡ്, ഓസ്ട്രേലിയയിലൊക്കെ ഉള്ള ആ ഒരു കൺസെപ്റ്റ് പതുക്കെ നമ്മുടെ ആ ഒരു ഇന്ത്യൻ കൾച്ചറിലേക്ക് നമ്മൾ കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പം പണ്ടത്തെയൊക്കെ ഉള്ളൊരു നമ്മളൊക്കെ ഇപ്പം ഞാനും ആദ്യമായിട്ട് അയർലൻഡിലേക്ക് പോകുമ്പോഴാണ് ഈ നേഴ്സിംഗ് ഹോം എന്ന ഒരു കൺസെപ്റ്റിനെ പറ്റി തന്നെ എനിക്കൊരു ഐഡിയ കിട്ടുന്നത്. അപ്പൊ ഞാനിങ്ങനെ ഒത്തിരി റെഫർ ചെയ്ത്, കാരണം എനിക്കൊരു ബേസിക് ആയിട്ടൊരു ഐഡിയ പോലും ഇല്ല എന്താണ് നേഴ്സിംഗ് ഹോം എന്നോ അങ്ങനെയൊന്നും അറിയത്തില്ല. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, ഇങ്ങനെ യൂട്യൂബിലൊക്കെ കയറി സെർച്ച് ചെയ്ത് അങ്ങനെയാണ് എനിക്ക് പതുക്കെ ഈ നേഴ്സിംഗ് ഹോം എന്ന് പറയുന്ന ആ കൺസെപ്റ്റിനെ പറ്റി തന്നെ ഒരു വിവരം ലഭിക്കുന്നത്. അപ്പൊ എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ഈ നേഴ്സിംഗ് ഹോം എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെയൊക്കെ നാട്ടിൽ ഈ അനാഥാലയം എന്ന് പറയുന്ന ആ ഒരു കൺസെപ്റ്റ് ആയിരുന്നു എനിക്ക്. പക്ഷേ നേഴ്സിംഗ് ഹോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും ആ ഒരു രീതിയിലുള്ള ഒരു ഓർഗനൈസേഷൻ അല്ല. അപ്പൊ നമ്മൾ എന്താണ് ഈ ഓൾഡ് ഏജ് ഹോം എന്ന് ചോദിക്കുമ്പോഴത്തേക്ക് നമുക്ക് പറയാം, പ്രായമായിട്ടുള്ള അപ്പച്ചന്മാരെയും അമ്മച്ചിമാരെയും എല്ലാം നമുക്ക് അവർക്ക് കൂടുതലായിട്ട് ഹൈ ക്വാളിറ്റി കെയർ കിട്ടാൻ വേണ്ടി, ചുരുക്കി പറയുവാണെങ്കിൽ ഇവിടത്തേക്ക് ഒരു കൺസെപ്റ്റ് പറയുകയാണെങ്കിൽ പേഴ്സൺ സെന്റേർഡ് കെയർ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ അവർക്ക് വേണ്ടി അവരെ നമ്മൾ ഒരു താമസിപ്പിക്കുന്ന ഒരു ഓർഗനൈസേഷൻ മാത്രമാണ് ഓൾഡ് ഏജ് ഹോം. അപ്പം ഈ ഓൾഡ് ഏജ് ഹോമിനെ പറ്റി പറയുമ്പോൾ തന്നെ നമുക്ക് രണ്ട് ടൈപ്പിൽ പറയാം. ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെസിഡൻഷ്യൽ ഏജ്ഡ് ഹോംസും ഉണ്ട്, അതുപോലെ തന്നെ നേഴ്സിംഗ് ഹോംസുകളും ഉണ്ട്. അപ്പൊ നമ്മൾ അടുത്തായിട്ട് നോക്കാൻ പോകുന്നത് എന്താണ് ഈ ഡിഫറൻസ് ബിറ്റ്വീൻ ഓൾഡ് ഏജ് എന്താ പറയാ റെസിഡൻഷ്യൽ ഓൾഡ് ഏജ് ഹോം ആൻഡ് നേഴ്സിംഗ് ഹോം. ഇവ തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് ഞാൻ നിങ്ങൾക്ക് ആദ്യം പറഞ്ഞുതരാം. റെസിഡൻഷ്യൽ ഏജ്ഡ് ഹോം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് അധികം കെയറിന്റെ ഒന്നും ആവശ്യമില്ല. അവർക്ക് ജസ്റ്റ് ഒരു സപ്പോർട്ടിന് ഒരു നമ്മൾ ആരെങ്കിലും പുറകിൽ വേണം. അപ്പൊ അവർക്കപ്പൊ അവരുടെ ആ ഒരു ഏജ് ലിമിറ്റിലുള്ള ആൾക്കാരും ഒക്കെ ആയിട്ട് മിങ്കിൾ ചെയ്യാനും അതുപോലെ തന്നെ അവർക്ക് ബോറടിക്കാതെ, ഇപ്പം ഞാൻ പറഞ്ഞില്ലേ ഇവിടുത്തെ ഉള്ള ആൾക്കാരുടെ ഒരു വലിയൊരു കൾച്ചർ എന്ന് വെച്ചാൽ അവർക്ക് ഇങ്ങനെ ഒരിക്കലും ഇങ്ങനെ തന്നെ ഇരിക്കുന്നതൊന്നും വലിയ താല്പര്യമില്ല. ഇപ്പൊ നമ്മളൊരു ഷോപ്പിലോട്ട് പോവുകയാണെങ്കിൽ തന്നെ നല്ല പ്രായമായിട്ടുള്ള ഒരു 80s എബോ ഒക്കെ ഉള്ള അപ്പച്ചമാരും അമ്മച്ചിമാരും ഒക്കെ തന്നെ ഡ്രൈവ് ചെയ്ത് അവരവരുടെ കാര്യങ്ങൾ, അതായത് ടോട്ടലി ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഒരു കൾച്ചറാണ് ഇവിടെ നിൽക്കുന്നത്. അപ്പം ഈ നമ്മുടെ റെസിഡൻഷ്യൽ ഏജിൽ ഇവിടെ ഉള്ളവർക്ക് ചിലപ്പോൾ എന്തെങ്കിലും ഫ്രാക്ചറോ അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും തരത്തിലുള്ള ബാക്ക് പെയിനോ അല്ലെങ്കിൽ എന്താ പറയുക വീട്ടിലൊക്കെ ആയിരിക്കുമ്പോഴത്തേക്ക് എന്തിനെങ്കിലും ഒക്കെ കൂടുതൽ അസിസ്റ്റൻസ് വേണ്ട ആൾക്കാരായിരിക്കും. അപ്പൊ ഈ റെസിഡൻഷ്യൽ ഏജിൽ നേഴ്സ് അതുപോലെ തന്നെ അവർക്ക് സപ്പോർട്ടീവ് വർക്കേഴ്സ് ഉണ്ടാവും, അവരുടെ ന്യൂട്രീഷണൽ സ്റ്റാറ്റസുകളൊക്കെ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കിച്ചൺ സ്റ്റാഫ്സുകൾ ഉണ്ടാവും, അതുപോലെ തന്നെ ക്ലീനേഴ്സ്, ഇങ്ങനെ എല്ലാവരും കൂടി കൊളാബറേറ്റ് ചെയ്തിട്ടുള്ള ഒരു ഓർഗനൈസേഷനാണ് ഈ റെസിഡൻഷ്യൽ ഏജ്ഡ് ഹോം എന്ന് പറയുന്നത്. അപ്പൊ അവിടെ നേഴ്സിന്റെ റോൾ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നേഴ്സിന്റെ റോൾ ഉണ്ട്. പക്ഷേ കമ്പയർ ടു നേഴ്സിംഗ് ഹോമിൽ വെച്ച് നോക്കുമ്പോൾ ഇവരെല്ലാരും കൂടെ ഈക്വൽ ആയിട്ടാണ് അവിടെ മിങ്കിൾ ചെയ്യുന്നത്. കാരണം അവർക്ക് അത്രയ്ക്ക് കെയറിന്റെ ആവശ്യം വരുന്നില്ല, ജസ്റ്റ് ഒരു സപ്പോർട്ട്. അതിപ്പോ നേഴ്സിന്റെ രീതിയിലാണേലും ഇപ്പൊ നേഴ്സുമാർക്ക് ക്ലിനിക്കൽ രീതിയിൽ അവർക്ക് സപ്പോർട്ട് ചെയ്യേണ്ട ആവശ്യമേ വരത്തുള്ളൂ. കാരണം അവർക്ക് എന്തെങ്കിലും ഒരു ആവശ്യം ഉണ്ടെങ്കിൽ തന്നെ നമ്മുടെ അടുത്ത് വന്ന് പറയാനും, ഇപ്പൊ അവർക്ക് ഇവരെ നമ്മള് ഔട്ടിങ്ങിനും കാര്യങ്ങൾക്കും ഒക്കെ കൊണ്ടുപോകും. കാരണം നമ്മൾക്ക് ആക്ടിവിറ്റി സ്റ്റാഫ് അല്ലെങ്കിൽ ലൈഫ് സ്റ്റൈൽ സ്റ്റാഫ്സ് ഒക്കെ നമുക്കുണ്ട്. അപ്പൊ അവരുടെ കൂടെ പുറത്തു പോകും, അവരുടെ ഡെയിലി നീഡ്സുകളൊക്കെ മീറ്റ് ചെയ്യാനും അതോടൊപ്പം തന്നെ അവർക്ക് അവരുടെ കൺസേൺസ് ഒക്കെ അവർക്ക് തന്നെ ഒരു എന്താ പറയുക ഒരു ഇൻഡിപെൻഡൻസി, എല്ലാത്തിനും ഒരു
ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കും ഈ റെസിഡൻഷ്യൽ ഏജ്ഡ് ഹോമിൽ താമസിക്കുന്നത്. അടുത്ത നമ്മൾ നോക്കാൻ പോകുന്നതാണ് എന്താണ് ഒരു നേഴ്സിംഗ് ഹോം. നേഴ്സിംഗ് ഹോം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഇച്ചിരൂടെ ഒരു എക്സ്ട്രാ കെയർ ആവശ്യമാണ് അല്ലെ. അപ്പൊ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾക്കറിയാം, ഇപ്പൊ ആ കേസിൽ ഇപ്പൊ വീട്ടില് ആരുമില്ല, പ്രായമായ അപ്പച്ചനും അമ്മച്ചിനെ ഒക്കെ നോക്കണം. കാരണം അവർക്ക് കൂടുതൽ ഫോൾ റിസ്കുകളുണ്ട്, അല്ലെങ്കിൽ റെക്കറന്റ് ആയിട്ട് അവർക്ക് ഹോസ്പിറ്റൽ അഡ്മിഷൻ വരുന്നു, അല്ലെങ്കിൽ തന്നെ ഇപ്പൊ കത്തീറ്ററും കാര്യങ്ങളും ഒക്കെ ഉള്ള അപ്പച്ചനും അമ്മച്ചിമാരും ഒക്കെ ആണെങ്കിൽ അവർക്ക് ഫ്രീക്വന്റ് ആയിട്ട് അല്ലെങ്കിൽ ഇത്ര മന്ത് കൂടുമ്പോഴത്തേക്ക് അവർക്ക് കത്തീറ്റർ കെയറിന്റെ ആവശ്യമുണ്ട്. ചിലർക്കൊക്കെ പെഗ് ഫീഡും കാര്യങ്ങളും ഒക്കെ കാണും. അപ്പൊ ഡെയിലി ജോബിന് പോകുന്ന ഫാമിലീസിലെ ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് അവരുടെ നീഡ്സുകൾ മീറ്റ് ചെയ്യാൻ പറ്റാതെ പോകും. അപ്പൊ എപ്പോഴും അവർക്കൊരു കൂടെ ഒരു കെയർ വേണം. ചില അപ്പച്ചന്മാരെന്നൊക്കെ പറഞ്ഞാൽ അവർക്ക് പ്രായമായി, എന്നിരുന്നാലും അവർക്ക് അവരുടെ കാര്യങ്ങളൊക്കെ ചെയ്യാം, പക്ഷെ ഹൈ റിസ്ക് ഓഫ് ഫോൾ ഉണ്ട്. അപ്പൊ നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെയുള്ളവർക്ക് ഒരു എക്സ്ട്രാ കെയർ ആവശ്യമാണ്. അതുകൂടാണ്ട് വേറൊരു കാര്യമാണ് ഈ അബ്സ്കോണ്ടിങ് റിസ്ക് എന്ന് പറയുക. അബ്സ്കോണ്ടിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പൊ നമുക്കൊരു ഡൗട്ട് വരും, എന്താണ് ഈ അബ്സ്കോണ്ടിങ് അല്ലെ. ചില അപ്പച്ചന്മാരും പ്രായ അമ്മച്ചിമാർക്കൊക്കെ എന്താ പറയാ, വീട്ടിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങി പോകുന്ന സ്വഭാവമുണ്ട്. അപ്പൊ അങ്ങനെയുള്ളവരെ നമുക്ക് ഒറ്റയ്ക്ക് ഒരു വീട്ടിലാക്കിയിട്ട് നമുക്ക് ജോലിക്കും കാര്യങ്ങൾക്കും ഒന്നും പോകാൻ പറ്റത്തില്ല അല്ലെ. അപ്പൊ അങ്ങനെയുള്ളവരെ നമ്മൾ ഓൾഡ് ഏജ് ഹോമിലേക്ക് മാറ്റും. അപ്പൊ നമുക്ക് അവർക്ക് കൂടുതൽ അബ്സ്കോണ്ട് റിസ്ക് ഉള്ളപ്പോൾ ഒരിക്കലും നമുക്ക് അവരെ കൊണ്ടുപോയി റെസിഡൻഷ്യൽ ഏജ് ഹോമിലാക്കാൻ പറ്റത്തില്ല. കാരണം അവർക്ക് എക്സ്ട്രാ കെയർ അല്ലെങ്കിൽ 1:1 ഒക്കെ കെയർ ആവശ്യമായിട്ട് വരും. ആ സാഹചര്യത്തിൽ അവരെ നമ്മൾ നേഴ്സിംഗ് ഹോമിലേക്കാണ് വിടുന്നത്. അപ്പൊ നേഴ്സിംഗ് ഹോം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഇച്ചിരൂടെ അഡ്വാൻസ് ആയിട്ടുള്ള കെയർ ആയിരിക്കും. ഇപ്പം ഹോസ്പിറ്റലിൽ നിന്ന് ട്രാൻസ്ഫർ വരുന്നവർക്ക്, കംപ്ലീറ്റ് ബെഡ് റിഡൺ ആയിട്ടുള്ള പേഷ്യൻസിന്, അല്ലെങ്കിൽ തന്നെ ഇപ്പൊ കംപ്ലീറ്റ് ആയിട്ട് അവർക്ക് കെയർ ആവശ്യമാണ്. ഇപ്പൊ പെഗ് ഫീഡ്, അല്ലെങ്കിൽ തന്നെ ഇപ്പൊ അവർക്ക് ബാക്ക് കെയർ, അതുപോലെ തന്നെ ന്യൂട്രീഷണൽ നീഡ്സുകളൊക്കെ എക്സ്ട്രാ സപ്പോർട്ട് വേണ്ട ആൾക്കാരെയാണ് നമ്മൾ നേഴ്സിംഗ് ഹോമിൽ വിടുന്നത്. അപ്പം നേഴ്സിംഗ് ഹോമും ഈ ഓൾഡ് ഏജ് ഹോമും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് വെച്ചാൽ ബേസിക്കലി സെയിം ആണ്. എന്നിരുന്നാലും ഇൻഡിപെൻഡൻസി കൂടുതലുള്ളത് റെസിഡൻഷ്യൽ ഹോമുകളിലായിരിക്കും. കാരണം അവർക്ക് അവരുടെ നീഡ്സുകൾ ചെയ്യാം, ബാക്കിൽ നിന്ന് ജസ്റ്റ് ഒരു സപ്പോർട്ടിന്റെ ആവശ്യമുള്ളൂ. അതേസമയം നേഴ്സിംഗ് ഹോം എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയല്ല, അവർക്ക് ഹെഡ് ടു ഫുട്ട് നമുക്ക് സപ്പോർട്ട് വേണം. എന്നിരുന്നാൽ കൂടി അവിടെ ഇൻഡിപെൻഡന്റ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്കാരുണ്ട് കേട്ടോ. കാരണം ഇൻഡിപെൻഡന്റ് ആയിട്ട് ചെയ്യുന്നുണ്ടെങ്കിലും അവർക്ക് റിസ്ക് കൂടുതലായിരിക്കും. ഇപ്പൊ നിങ്ങൾക്ക് ഒരു ഐഡിയ ആയിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം നേഴ്സിംഗ് ഹോം എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾക്ക് അവർക്ക് ഒരു സപ്പോർട്ട്, എക്സ്ട്രാ സപ്പോർട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉള്ള ഒരു ഓർഗനൈസേഷൻ മാത്രമാണ്. അല്ലാതെ ആൾക്കാർക്ക് നോക്കാൻ കഴിയാഞ്ഞിട്ടോ അല്ലെങ്കിൽ അവർക്ക് ഒരു ബാധ്യതയായിട്ട് തോന്നുകയൊക്കെ ചെയ്യുമ്പം നമ്മൾ പ്രായമായിട്ടുള്ള അപ്പച്ചമാരെ അമ്മച്ചമാരെയും കൊണ്ടുപോയി ആക്കുന്ന ഒരു സ്ഥലമല്ല നേഴ്സിംഗ് ഹോം അല്ലെങ്കിൽ റെസിഡൻഷ്യൽ ഏജ് ഇതെന്ന് പറയുന്നത്. ഇനി നമുക്ക് നോക്കാം എങ്ങനെയുള്ള ആൾക്കാരാണ് അല്ലെങ്കിൽ എന്ത് ടൈപ്പ് ഓഫ് കെയർ ആണ് നമ്മൾ നേഴ്സിംഗ് ഹോമിൽ കൊടുക്കുന്നതിനെ പറ്റി നോക്കാം. ഇപ്പൊ നമ്മൾ പറഞ്ഞു, അപ്പൊ റെസിഡൻഷ്യൽ ഏജ്ഡ് ഹോം നമുക്ക് മനസ്സിലായി അല്ലെ, ഇതൊരു അവർക്ക് ഇൻഡിപെൻഡൻസ് കൂടുതലാണ്, ആ ഒരു സൈഡിൽ നമ്മൾ മാറ്റി വെച്ചു. ഇനി നമുക്ക് കൂടുതലായിട്ട് നേഴ്സിംഗ് ഹോം സെറ്റപ്പിനെ പറ്റി പറയാം. നേഴ്സിംഗ് ഹോമിലെ എങ്ങനെയുള്ള ടൈപ്പ് ആൾക്കാരെയാണ് നമ്മൾ കെയർ കൊടുക്കുന്നത്. അപ്പൊ നേഴ്സിംഗ് ഹോമിൽ നമുക്ക് പല ടൈപ്പ്, ഇപ്പൊ മെയിൻ ആയിട്ട് നമ്മൾ കാറ്റഗറൈസ് ചെയ്ത് പറയാം, നമുക്ക് 3 ടൈപ്സ് ആയിട്ട് അവരെ കാറ്റഗറൈസ് ചെയ്യാം. ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെസ്പൈറ്റ്. എന്താണ് റെസ്പൈറ്റ്? ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ പറഞ്ഞു, ഇപ്പം ആദ്യമായിട്ടാണ് ഒരു നേഴ്സിംഗ് ഹോമിനെ പറ്റി ഒക്കെ കേൾക്കുന്നതെന്ന് പറഞ്ഞാൽ റെസ്പൈറ്റ് നേരിട്ട് ഓഫ് കോഴ്സ് നമുക്ക് അറിയില്ല അല്ലെ റെസ്പൈറ്റ് എന്താണ്. കാരണം ഇത് മെയിൻ ആയിട്ട് ഞാൻ പറയാൻ കാര്യം, ഞാൻ അയർലൻഡിന്റെ ഇന്റർവ്യൂ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ഞാൻ എല്ലായിടത്തും സെർച്ച് ചെയ്തപ്പോൾ റെസ്പൈറ്റ് എന്ന് കണ്ടു. അപ്പൊ എനിക്ക് ഭയങ്കര സംശയമായിരുന്നു, എന്താണ് ഈ റെസ്പൈറ്റ്. കാരണം നമ്മൾ ഹോസ്പിറ്റൽ സെറ്റിങ്ങിലൊക്കെ വർക്ക് ചെയ്യുന്ന സമയത്ത് ഇങ്ങനത്തെ ഒരു ഇതിനെപ്പറ്റി എനിക്കറിയത്തില്ലായിരുന്നു. അങ്ങനെ ഞാൻ ഒത്തിരി സെർച്ച് ചെയ്ത് കണ്ടുപിടിച്ച സംഭവം എന്നാണ്. ഈ സെയിം ക്വസ്റ്റ്യൻ എന്നോട് അവര് ഇന്റർവ്യൂവിന് ചോദിക്കുകയും ചെയ്തു. അപ്പൊ സെർച്ച് ചെയ്തത് മനസ്സിലാക്കിയുകൊണ്ട് എനിക്ക് അവര് ഇന്റർവ്യൂവിന്റെ സമയത്ത് ചോദിച്ചപ്പം ഒരുവിധം തട്ടിമുട്ടിയൊക്കെ പറയാൻ പറ്റുകയും ചെയ്തു. അവരത് ക്ലാരിഫൈ ചെയ്ത് തരുകയും ചെയ്തു കേട്ടോ. അപ്പൊ ഞാൻ നിങ്ങൾക്ക് പറയാം എന്താണ് റെസ്പൈറ്റ്. റെസ്പൈറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ഷോർട്ട് ടേം കെയർ കൊടുക്കുന്നത്. അപ്പൊ എക്സാമ്പിൾ ഞാൻ പറയുകയാണെങ്കിൽ റെസ്പൈറ്റ് എന്ന് പറഞ്ഞാൽ തന്നെ ഷോർട്ട് ടേം കെയർ ആണ് നമ്മൾ ആ റെസിഡന്റ്, ഒരിക്കലും പേഷ്യന്റ് അല്ല, ഞാൻ പറഞ്ഞു നേഴ്സിംഗ് ഹോമിലുള്ളവരെ നമ്മൾ റെസിഡൻസ് എന്നാണ് റെപ്രസെന്റ് ചെയ്യുന്നത് കേട്ടോ. അപ്പൊ അങ്ങനെയുള്ള റെസിഡൻസിന് നമ്മൾ ഷോർട്ട് ടേം ആയിട്ടുള്ള കെയർ കൊടുക്കുന്നതിനാണ് റെസ്പൈറ്റ് എന്ന് പറയുന്നത്. ഇപ്പൊ ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. ഇപ്പൊ സപ്പോസ് ഇവിടെയുള്ള ആൾക്കാർ കൂടുതൽ ഈ യാത്രകളൊക്കെ ഇഷ്ടപ്പെടുന്നവരാണ്. ചിലപ്പോൾ അത് അവരുടെ ഫാമിലി ട്രിപ്പ് ആയിരിക്കാം, അല്ലെങ്കിൽ അവരുടെ റിലേറ്റഡ് ടു ജോബ് എന്തെങ്കിലും ആയിരിക്കാം. അങ്ങനെയൊക്കെ പോകുന്ന സമയത്ത് വീട്ടിലെ പ്രായമായിട്ടുള്ള അപ്പച്ചന്മാരും അമ്മച്ചിമാരും ഒക്കെ ഉണ്ട്. അപ്പൊ അങ്ങനെയുള്ളവരെ നമുക്ക് ഒരിക്കലും അവരെ അങ്ങ് ഒറ്റയ്ക്കാക്കിയിട്ട് പോകാൻ പറ്റത്തില്ല. അപ്പൊ ഞാൻ പറഞ്ഞു എന്തുകൊണ്ടാണ് മെയിൻ ആയിട്ട് ഇവരിങ്ങനെ ഓൾഡ് ഏജ് ഹോമിലൊക്കെ ആക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈ ക്വാളിറ്റി കെയർ അല്ലെങ്കിൽ പേഴ്സൺ സെന്റേഡ് കെയറിൽ ലക്ഷ്യം വെച്ചിട്ട് മാത്രമാണ് ഇവരെ ഈ പ്രായമായിട്ടുള്ളവരെ നമ്മളിങ്ങനെ ഓൾഡ് ഏജ് ഹോമിലോട്ടൊക്കെ ആക്കുന്നത്. അപ്പൊ റെസ്പെക്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ വി ആർ ഓഫറിംഗ് എ ഷോർട്ട്
ടേം പീരീഡ് ഓഫ് കെയർ എന്ന് വെച്ചാൽ അത് 1 വീക്ക് ആകാം, 2 വീക്ക് ആകാം. മനസ്സിലായോ? അപ്പൊ അതായത് അവർക്ക് ഇപ്പൊ എന്തെങ്കിലും ഒരു പർട്ടിക്കുലർ നീഡ്സ് ഉണ്ട്, അല്ലെങ്കിൽ അവർക്ക് ആ ഒരു പർട്ടിക്കുലർ പീരീഡ് ഓഫ് ടൈമിൽ മാത്രം കെയർ വേണ്ടവരാണെങ്കിൽ അവരെയാണ് നമ്മൾ റെസ്പേറ്റ് എന്ന് പറയുന്നത്. ചില റെസ്പേറ്റ് ആയിട്ട് വരുന്ന പേഷ്യൻസിന് അവരുടെ കാര്യങ്ങൾ ഇൻഡിപെൻഡന്റ് ആയിട്ട് ചെയ്യാൻ പറ്റും. കാരണം വീട്ടിലാണേലും ഇപ്പം അവരെ കൂടുതലും വീട്ടിലാക്കാനുള്ള കാര്യം അവർ ടോട്ടലി ഡിപ്പെൻഡന്റ് ആയതുകൊണ്ടല്ലോ. കാരണം ഇൻഡിപെൻഡന്റ് ആയതുകൊണ്ടാണ് അവർ നമ്മൾ വീട്ടിലാണേലും താമസിപ്പിക്കുന്നത്. അപ്പം ചിലപ്പോൾ അവർക്ക് അവരുടെ മെഡിസിനെ പറ്റിയൊക്കെ നല്ല ഐഡിയ ആയിരിക്കും. എന്നിരുന്നാലും ഒത്തിരി കെയർ വേണ്ട ആൾക്കാരും കാണും. ഇപ്പൊ അവർക്ക് കത്തീറ്റർ കെയറും കാര്യങ്ങളും ഒക്കെ വേണ്ടവരും കാണും. അതാണ് നമ്മുടെ റെസ്പേറ്റ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്തൊരു കാറ്റഗറിയാണ് ലോങ് ടേം റെസിഡൻസ്. ഈ ലോങ് ടേം റെസിഡൻസ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം അവര് ലോങ് ആയിട്ട് സ്റ്റേ ചെയ്യുന്ന ആൾക്കാരാണ് കേട്ടോ. കാരണം അവർക്ക് എന്താ പറയാ, അവർക്കൊരു പർട്ടിക്കുലർ പീരീഡ് അല്ല, അവർക്ക് ചിലപ്പോൾ ലൈഫ് ലോങ് അവര് നമ്മുടെ നേഴ്സിംഗ് ഹോമില് റെസിഡൻസ് ആയിട്ട് സ്റ്റേ ചെയ്യാനായിട്ടുള്ള ആൾക്കാരാണ് ഇവര്. അപ്പൊ അതിനൊരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ, ഇപ്പൊ വീട്ടിൽ താമസിക്കുന്ന ഒരു അപ്പച്ചനും അമ്മച്ചിയും ഭയങ്കര റെക്കറന്റ് ആയിട്ട് ഫോൾ ആണ്. ഇപ്പൊ നമുക്ക് അവരെ പെട്ടെന്ന് ഇപ്പൊ ഹോസ്പിറ്റലിൽ കൊണ്ട് അഡ്മിറ്റ് ചെയ്തു, വിതിൻ 10 days അല്ലെങ്കിൽ വിതിൻ 1 വീക്കിനുള്ളിൽ തന്നെ അവര് നമ്മുടെ ഹോസ്പിറ്റലിലേക്ക് തിരിച്ചു വരും ഇങ്ങനെ റെക്കറന്റ്. അപ്പൊ ഇവിടുത്തെ ഒരു കൾച്ചറല്ല, ഇവിടുത്തെ ഒരു രീതി അനുസരിച്ച് നമുക്ക് അങ്ങനെയുള്ളവരെ ഒറ്റയ്ക്കൊന്നും വീട്ടിലാക്കിയിട്ട് വീട്ടിലുള്ളവർക്ക് ജോലിക്കൊന്നും പോകാൻ പറ്റത്തില്ല. ഒന്നെങ്കിൽ അവരെ നോക്കാൻ വേണ്ടിയിട്ട് ഇപ്പൊ ഇവിടെ ഒക്കെ ഒത്തിരി ഏജൻസി സ്റ്റാഫ്മാരും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പൊ അങ്ങനെയുള്ളവരെ നമ്മൾ അസൈൻ ചെയ്യണം. അപ്പൊ അതൊക്കെ ഭയങ്കര കോസ്റ്റ്ലി ആണ്. എന്നിരുന്നാലും നേഴ്സിംഗ് ഹോമിലെ കെയർ കോസ്റ്റ്ലി അല്ലെന്നല്ല ഞാൻ പറയുന്നത്. എന്നിരുന്നാലും നമുക്കിപ്പോ ഉറപ്പാണ് കണ്ടോ, ഇപ്പൊ ഒരു പർട്ടിക്കുലർ പീരീഡ് ഓഫ് ടൈമിൽ അവർക്ക് വേണ്ടത്ര കെയർ കൊടുക്കാനും അവരുടെ ഹെഡ് ടു ഫുഡ് കെയർ കൊടുക്കാനൊക്കെ നമുക്ക് ആൾക്കാരുണ്ടെന്ന് വീട്ടുകാർക്ക് ഒരു ഉറപ്പ് വരും. മനസ്സിലായോ? അപ്പൊ അങ്ങനെയുള്ള പേഷ്യൻസ് ആണ് ഈ ലോങ് ടേം പേഷ്യൻസ് എന്ന് പറയുന്നത്, ലോങ് ടേം റെസിഡൻസ് എന്ന് പറയുന്നത്. കാരണം അവർക്ക് കൂടുതലും നമുക്ക് ലൈഫ് ലോങ് നമ്മുടെ ആ ഒരു ഫെസിലിറ്റിയിൽ, നമ്മുടെ ആ ഒരു നേഴ്സിംഗ് ഹോമിൽ തന്നെയായിരിക്കും അവർ താമസിക്കുന്നത്. പിന്നെ ഒരു വലിയൊരു പ്രത്യേകത എന്താണെന്നറിയോ, ഈ നേഴ്സിംഗ് ഹോമിൽ അല്ലെങ്കിൽ ഈ റെസിഡൻഷ്യൽ ഇവിടെയൊക്കെ താമസിക്കുന്ന അപ്പച്ചമാരും അമ്മച്ചിമാരും എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആ ഓർഗനൈസേഷൻ തന്നെ സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു ഹോംലി എൻവയോൺമെന്റ് ആയിരിക്കും. അവർക്ക് വേണ്ട എന്താ പറയുക, അവരുടെ ഏജ് ഗ്രൂപ്പിലുള്ള കുറെ ആൾക്കാർ കാണും. അതോടൊപ്പം തന്നെ അവർക്ക് വേണ്ട റെക്രിയേഷണൽ ആക്ടിവിറ്റീസ് കാണും. അതുകൂടാണ്ട് തന്നെ അവർക്കിപ്പം കൊച്ചു ഗാർഡൻ കാണും. മിക്ക നേഴ്സിംഗ് ഹോംസിലും ഒക്കെ അവർക്ക് വേണ്ട തിയേറ്ററുകളുണ്ട്, ലൈബ്രറി ഉണ്ട്. പിന്നെ അവർക്ക് പെറ്റ്സ്, അങ്ങനത്തെ പെറ്റ്സിനെയൊക്കെ ഇഷ്ടമുള്ള ആൾക്കാരായിരിക്കും ഇവിടുത്തെ കൂടുതൽ ആൾക്കാരും. അപ്പൊ അവർക്ക് അതിന് വേണ്ടിയിട്ടുള്ള ഫെസിലിറ്റീസ് ഒക്കെ ഉണ്ട്. പിന്നെ ഫാമിലിയിൽ നിന്നൊക്കെ ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ തന്നെ അവർക്ക് സംസാരിക്കാനായിട്ട് പ്രത്യേക വിസിറ്റേഴ്സ് ഏരിയാസ് ഒക്കെ ഉണ്ട്. അതായത് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്തിരുന്ന ഒരാള് ഒരു നേഴ്സിംഗ് ഹോമിലേക്ക് ആദ്യമായിട്ട് ജോബിന് വരുവാണെങ്കിൽ നമുക്ക് ഓർക്കും, അയ്യോ നമ്മളിതൊരു വീട്ടിലാണോ വന്നിരിക്കുന്നത്. കാരണം ഒരു ഹോംലി എൻവയോൺമെന്റ് ആയിരിക്കും നമുക്ക് ടോട്ടലി ഫീൽ ചെയ്യുന്നത്. അപ്പൊ അത് നമ്മൾ ജോലി ചെയ്യുന്ന സമയത്താണേലും നമുക്ക് ഭയങ്കര റിലാക്സ് ആയിരിക്കും. എല്ലായിടത്തും ഒരു ലൈറ്റ് മ്യൂസിക്കും, അതുപോലെ തന്നെ കയറി വരുമ്പോൾ തന്നെ നല്ല ഫ്ലവേഴ്സും, അതുപോലെ തന്നെ നല്ല ഒരു എൻവയോൺമെന്റ് ഒക്കെ ആണെങ്കിൽ നല്ല ക്ലീൻ ആൻഡ് ടൈഡി ആയിരിക്കും. എവിടെ നോക്കിയാലും ഭയങ്കര ക്രിയേറ്റിവിറ്റി ആയിരിക്കും. മനസ്സിലായോ? അപ്പൊ നമുക്ക് തന്നെ നമ്മൾക്ക് നമ്മുടെ മനസ്സുകൊണ്ട് തന്നെ നമുക്ക് ഭയങ്കരമായിട്ട് ഒരു ഇഷ്ടപ്പെടുകയും ചെയ്യും. നമ്മളും അങ്ങ് റിലാക്സ് ആയിരിക്കും ഈ ഒരു നേഴ്സിംഗ് ഹോം സെറ്റപ്പ് എന്ന് പറയുന്നത്. പിന്നെ അടുത്തൊരിതാണ്, നമ്മളപ്പം റെസ്പേറ്റിനെ പറ്റി പറഞ്ഞു, അടുത്തെന്ന് പറഞ്ഞാൽ നമ്മൾ ലോങ് ടേം റെസിഡൻസിനെ പറ്റി പറഞ്ഞു. പിന്നെ നമുക്ക് പറയാൻ കാറ്റഗറൈസ് ചെയ്യാവുന്നതാണ് ഒരു പാലിയേറ്റീവ് റെസിഡൻസ്. പാലിയേറ്റീവ് റെസിഡൻസ് എന്ന് പറഞ്ഞാൽ അത് എൻഡ് ഓഫ് ലൈഫ് ആണ്. അതായത് നമുക്കറിയാം അവർ അധിക കാലമൊന്നും കാണത്തില്ല. ചിലപ്പോൾ ഹോസ്പിറ്റലിൽ നിന്ന് പറയുവാണെങ്കിൽ കൂടിപ്പോയ അധിക കാലമൊന്നും കാണത്തില്ല. അവർക്ക് അതിനെയൊക്കെ കെയർ കൊടുക്കണം. അതായത് എൻഡ് ഓഫ് ലൈഫ് കെയർ നമ്മൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള പേഷ്യൻസ് ആണ് ഈ പാലിയേറ്റീവ് കെയർ എന്ന് പറയുന്നത്. അപ്പൊ അവർക്ക് വേണ്ടിയിട്ട് അവരുടെ എൻഡ് ഓഫ് ലൈഫ് മെഡിക്കേഷൻസും, അപ്പം നഴ്സുമാരായിട്ടുള്ള നമുക്കറിയാലോ എന്തൊക്കെയാണ് എൻഡ് ഓഫ് ലൈഫ് മെഡിക്കേഷൻസ്, അതെല്ലാം അവർക്ക് വേണ്ടി ചാർട്ട് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ മെയിൻ ആയിട്ട് എന്തുകൊണ്ടാണ് നമ്മൾ അവരെ നഴ്സിംഗ് ഹോമിലേക്ക് കൊണ്ടുവന്നതെന്ന് വെച്ചാൽ അവരുടെ ആ ഒരു ലാസ്റ്റ് ഡേയ്സ് ഒക്കെ അവർക്ക് കാം ആൻഡ് ക്വയറ്റ് ആയിട്ട്, പെയിൻ ഫ്രീ ആയിട്ട്, റിലാക്സ് ചെയ്ത് അവരെ കൂടുതൽ കംഫർട്ട് ആക്കാൻ വേണ്ടിയിട്ട് ഫാമിലീസ് അവരെ ആക്കുന്നത്. അത് ഈ ലോങ് ടേമിലായിട്ടുള്ള പേഷ്യൻസ് തന്നെ പാലിയേറ്റീവിലേക്ക് പോകാം. ചില ഹോസ്പിറ്റലിൽ എത്തിപ്പെട്ടിട്ട് എൻഡ് ഓഫ് ലൈഫ് ആയപ്പോഴത്തേക്ക് വീട്ടിൽ നമുക്ക് അതിന്റെ സെറ്റപ്പ് ഒന്നും കൊടുക്കാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ ഫാമിലിക്ക് കൂടുതലായിട്ട് അവർക്ക് എൻഡ് ഓഫ് ലൈഫിൽ അവരുടെ നീഡ്സുകളൊക്കെ മീറ്റ് ചെയ്യണം തോന്നുവാൻ ആ സമയത്ത് വരാം. അങ്ങനെ 2 ചാൻസിൽ നമുക്ക് ഈ നഴ്സിംഗ് ഹോംസിലോട്ട് നമുക്ക് പാലിയേറ്റീവ് പേഷ്യൻസ്, പാലിയേറ്റീവ് റെസിഡൻസ് വരാം. അപ്പൊ നമ്മൾ പറഞ്ഞു 3 ടൈപ്പ് ഓഫ് റെസിഡൻസ് ആണ് നമ്മൾ മെയിൻ ആയിട്ടുള്ളത്: റെസ്പേറ്റ്, ലോങ് ടേം റെസിഡൻസ് ആൻഡ് പാലിയേറ്റീവ് റെസിഡൻസ്. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, ഈ നഴ്സിംഗ് ഹോംസിലോട്ടൊക്കെ വരുമ്പോൾ കൂടുതലും ഈ അപ്പച്ചമാരും അമ്മച്ചിമാരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എബോ ഒരു 50 ആ ഒരു റേഞ്ചിലുള്ളവരായിരിക്കും കൂടുതലായിട്ട് നമ്മുടെ നഴ്സിംഗ് ഹോംസിൽ കാണുന്നത്. എബോ 50 എന്ന് പറയുമ്പോൾ
എബോവ് 50 മുതൽ 100, 102, 100 എന്താ പറയുക 5 അങ്ങനെ 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 നമ്മൾ ഇമാജിൻ ചെയ്യുന്നേക്കാൾ കൂടുതൽ ലൈഫ് സ്പാൻ ആയിരിക്കും ഇവർക്ക് കൂടുതലുള്ളത് കേട്ടോ. അപ്പൊ അങ്ങനെയുള്ള അമ്മച്ചിമാരാണെങ്കിൽ കൂടെ എബോവ് 100 ഒക്കെ ആയിട്ടുള്ള അപ്പച്ചനും അമ്മച്ചിമാരും ഒക്കെയാണ് നമ്മളെക്കാളും ആക്റ്റീവ് ആയിട്ടായിരിക്കും അവർ നടക്കുന്നത്. കാരണം അവരുടെ ആ ഒരു കൾച്ചറും അവരുടെ ആ ഒരു രീതിയും എല്ലാം ഭയങ്കര ഡിഫറെന്റ് ആണ്. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാരായിരിക്കും കൂടുതലായിട്ടും നമ്മുടെ നേഴ്സിംഗ് ഹോംസിലൊക്കെ നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. പിന്നെ ഇങ്ങനെയൊക്കെ പറയുമ്പോഴും ഇവിടെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഡിമെൻഷ്യ. അപ്പൊ ഡിമെൻഷ്യ പേഷ്യൻസ് അല്ലെ ഡിമെൻഷ്യ റെസിഡൻസ് കൂടുതലായിരിക്കും ഈ നേഴ്സിംഗ് ഹോംസിൽ കാണുന്നത്. കാരണം പ്രായമാകുമ്പോൾ നമുക്കറിയാലോ അവരുടെ മെമ്മറിയും കാര്യങ്ങളും ഒക്കെ ഒത്തിരി ലോസ് ആകും. അപ്പൊ അവർക്ക് നമുക്ക് അഡ്വാൻസ് ആയിട്ടുള്ള കെയർ അല്ലെങ്കിൽ ചില കാര്യങ്ങളൊക്കെ അവർ മറന്നു പോകും. ഇപ്പൊ ഈ വഴി കൂടെ പോകുമ്പോഴായിരിക്കും അവരുടെ റൂം നമ്പർ ഇതാന്ന് അവർക്ക് ഓർമ്മയുണ്ടാവും. പക്ഷെ പെട്ടെന്ന് ഒരു സെക്കൻഡിലേക്ക് അവർക്ക് ആ കാര്യങ്ങളൊക്കെ മറന്നു പോകും. ചിലപ്പോൾ പഴയ കാര്യങ്ങളിലായിരിക്കും അവർക്ക് ചിന്ത വരുന്നത്. ചിലപ്പം ഇനി സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളെ കുറിച്ചൊക്കെ ആയിരിക്കും. ചിലർക്ക് ഭയങ്കര ഹാലൂസിനേഷൻ, ഡിമെൻഷ്യ, എന്താ പറയാ, അങ്ങനെ കുറെ ഡെലൂഷൻ, അങ്ങനെ കുറെ കോംപ്ലക്സ് ആയിട്ടുള്ള മെന്റൽ ഇഷ്യൂസ് ഉള്ള റെസിഡൻസും നമ്മുടെ നേഴ്സിംഗ് ഹോമുകളിൽ കാണാം. അപ്പൊ ഡിമെൻഷ്യ എന്ന് പറയുന്നത് നേഴ്സിംഗ് ഹോമിലെ ഒരു മെയിൻ ആയിട്ടുള്ള ഒരു കണ്ടീഷനാണ്. അപ്പൊ ഈ ഡിമെൻഷ്യ എന്താണ്, അല്ലെങ്കിൽ എന്തൊക്കെ റിസ്കുകളാണ് നമ്മുടെ നേഴ്സിംഗ് ഹോംസിൽ നമ്മൾ ഫേസ് ചെയ്യേണ്ടി വരിക, അതായത് ഫോൾ റിസ്ക് ഒക്കെ കൂടുതലാണ്. അപ്പൊ എങ്ങനെയാണ് ഫോൾ എങ്ങനെയാണ് ഉണ്ടാവുന്നത്, എങ്ങനെയാണ് അത് മാനേജ് ചെയ്യുന്നതിനൊക്കെ പറ്റിയുള്ള ഒരു വീഡിയോസ് കൂടുതലായിട്ട് ഓരോ ടോപ്പിക് വൈസിൽ നമ്മൾ ഇനി വരും ദിവസങ്ങളിൽ ചെയ്യുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഓരോ കണ്ടീഷൻസിനെ പറ്റി പറഞ്ഞുതരാം. അപ്പൊ നിങ്ങൾക്ക് ഇന്റർവ്യൂസ് ഒക്കെ അറ്റൻഡ് ചെയ്യുന്ന സമയത്താണെങ്കിലും ഈ വീഡിയോസ് ഒക്കെ റെഫർ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് അത് യൂസ്ഫുൾ ആയിരിക്കും. അപ്പൊ നമ്മൾ പറഞ്ഞു ഇതൊക്കെയാണ് ഒരു നേഴ്സിംഗ് ഹോമിനെ പറ്റിയുള്ള ഓവറോൾ ആയിട്ടുള്ള ഒരു എന്താ പറയുക ഒരു കൺസെപ്റ്റ്. അപ്പൊ ഇങ്ങനെയൊക്കെ ചിന്തിക്കുമ്പോൾ ആദ്യമായിട്ട് ഈ ഓൾഡ് ഏജ് ഹോമിന്റെ അല്ലെങ്കിൽ റെസിഡൻഷ്യൽ ഹോമിലേക്കൊക്കെ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പോകുന്ന നേഴ്സസ്മാർക്ക് മെയിൻ ആയിട്ട് ഒരു ആശങ്ക കാണും അല്ലേ. ഈ ഇപ്പൊ നമ്മൾ ഹോസ്പിറ്റൽ സെറ്റിങ്ങിന് ഈ നേഴ്സിംഗ് ഹോമിലോട്ട് ചെന്ന് കഴിഞ്ഞാൽ എല്ലാം നമ്മുടെ തലയിൽ ഇരിക്കുമോ, അതോ നേഴ്സിന് ശരിക്കുള്ള റോൾ എന്ന് അങ്ങനെയൊക്കെ ചോദിക്കും അല്ലേ. അങ്ങനെയൊക്കെയുള്ള ഒരു ഡൗട്ട് വരാൻ ചാൻസ് ഉണ്ട്. അപ്പൊ നേഴ്സ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മള് നേഴ്സിംഗ് ഹോമിലെ പറ്റി ചിന്തിക്കുമ്പോൾ ഓവറോൾ ആയിട്ട് പറയുവാണെങ്കിൽ നേഴ്സുമാർക്ക് നല്ല റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട് കേട്ടോ. കാരണം നമ്മളായിരിക്കും ആ ഒരു ഷിഫ്റ്റിൽ നമ്മളായിരിക്കും എല്ലാവരും നമ്മളെ ആയിരിക്കും ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്. പക്ഷേ നമ്മളെയാണ് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നതെങ്കിൽ കൂടി നമുക്കത് നല്ല രീതിയിൽ ഓർഗനൈസ് ചെയ്തുകൊണ്ട് നല്ല സ്മൂത്ത് ആയിട്ട് എല്ലാവർക്കും അവരവരുടെ ഡ്യൂട്ടിയൊക്കെ അസൈൻ ചെയ്ത് കൊടുത്തുകൊണ്ട് ഇപ്പൊ നമുക്കാണെങ്കിൽ ആ ഒരു ഷിഫ്റ്റിലെ ഓവറോൾ ഇൻചാർജ് നമ്മളാണ്, നഴ്സസ്മാരാണ്. എന്തിരുന്നാൽ കൂടിയും നമുക്ക് നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പല ടീംസ് ഉണ്ട്. ഇപ്പം മെയിൻ ആയിട്ട് കെയറേഴ്സ്, AN അല്ലെങ്കിൽ TCW എന്നൊക്കെ നമ്മൾ പറയും. അവര് നമ്മളെ മാക്സിമം സപ്പോർട്ട് ചെയ്യും. കാരണം അവരാണ് ഒരു പേഷ്യന്റിന്റെ ഒരു റെസിഡന്റിന്റെ ഹെഡ് ടു ഫുഡ് കെയർ കൊടുക്കുന്നത്. അപ്പൊ അവര് നമ്മൾക്ക് ത്രൂ ഔട്ട് ആ ഷിഫ്റ്റ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇപ്പം ഒരു റെസിഡന്റിന് എന്തെങ്കിലും നീഡ്സ് ഉണ്ടെങ്കിൽ അവരായിരിക്കും ആദ്യം അത് അറിയുന്നത്. അപ്പൊ അവർ നമ്മളോടത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. പക്ഷെ നമ്മുടെ റെസ്പോൺസിബിലിറ്റി ആണ് അത് സോർട്ട് ഔട്ട് ചെയ്ത് അതിന് വേണ്ട റെമഡീസ് എടുക്കുക എന്നുള്ളത്. അതുപോലെ തന്നെ കിച്ചൺ സ്റ്റാഫ്, അവർക്ക് റെസിഡൻസിന്റെ നീഡ്സ് അനുസരിച്ചുള്ള ഫുഡും അപ്പൊ അതെല്ലാം പ്രിപ്പയർ ചെയ്യുന്ന അവരാണ്. അതുപോലെ തന്നെ ലൈഫ് സ്റ്റൈല് അല്ലെങ്കിൽ നമ്മുടെ ആക്ടിവിറ്റി സ്റ്റാഫ്, അവരുടെ റോള് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്തേ. കാരണം ഓരോ റെസിഡൻസിന്റെ നീഡ്സ് അനുസരിച്ച് അവരെ എൻഗേജ് ചെയ്യുന്നു. അതുപോലെ തന്നെ അവരുടെ മൈൻഡൊക്കെ ഡൈവേർട്ട് ചെയ്യാനായിട്ടൊക്കെ ഉള്ള ഈ സോഷ്യൽ വർക്കേഴ്സിന്റെയും അതുപോലെ തന്നെ ഈ ആക്ടിവിറ്റി സ്റ്റാഫിന്റെ ഒക്കെ റോള് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ എന്താ പറയുക, ഇങ്ങോട്ടേക്ക് ഇപ്പം ഓൾഡ് ഏജ് ഹോമിലേക്ക് ഇപ്പൊ ആദ്യമായിട്ട് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാനിരിക്കുന്ന നഴ്സുമാരോട് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇവിടെ വർക്ക് ചെയ്യാന്ന് പറയുന്ന ഒരു ചലഞ്ച് ആയിട്ടുള്ള ഒരു ജോബ് തന്നെയാണ് ഒരു നഴ്സിനെ സംബന്ധിച്ച്. കാരണം ഇപ്പൊ നമ്മളൊരു ഹോസ്പിറ്റൽ സെറ്റിംഗിൽ വർക്ക് ചെയ്യുമ്പോൾ നമുക്കറിയാം കൂടിപ്പോയ ഒരു പേഷ്യന്റ് നമ്മുടെ അടുത്ത് ഇത്ര പർട്ടിക്കുലർ പീരീഡ് ഓഫ് ടൈമിലേ കാണത്തുള്ളൂ അല്ലേ. അതേസമയം നമ്മളൊരു നഴ്സിംഗ് ഹോം അല്ലെങ്കിൽ ഒരു റെസിഡൻഷ്യൽ ഹോമിലാണ് വർക്ക് ചെയ്യുന്നെങ്കിൽ ഇപ്പൊ ലോങ് ടേം പേഷ്യന്റ് റെസിഡൻസ് ആണെങ്കിൽ അവർ നമ്മുടെ കൂടെ ലൈഫ് ലോങ് കാണും. അപ്പൊ നമ്മൾ ഓരോ ഷിഫ്റ്റിലും ചെല്ലുമ്പോഴത്തേക്കും നമുക്ക് അവരെ കൂടുതലായിട്ട് അടുത്തറിയാനായിട്ട് സാധിക്കും. അവരുടെ റുട്ടീൻ എന്താണെന്ന് നമുക്ക് അറിയാൻ പറ്റും. പിന്നെ നമുക്ക് ചേഞ്ച് വരുന്നതെന്ന് വെച്ചാൽ നമുക്ക് പുതിയൊരു റെസിഡന്റ് വരുവാണെങ്കിൽ ഇപ്പം പാലിയേറ്റീവിലൊക്കെ കിടക്കുമ്പോൾ ആ പേഷ്യൻസ് ഡെത്ത് ഒക്കെ സംഭവിച്ചു പോകുമ്പോൾ നമുക്ക് ഓഫ് കോഴ്സ് ന്യൂ അഡ്മിഷൻസ് വരും. അപ്പൊ നമുക്ക് പുതിയ റെസിഡന്റിന്റെ ആ ഒരു ശൈലികൾ മനസ്സിലാക്കാൻ ഇച്ചിരി ടൈം എടുക്കും. പക്ഷെ നമ്മൾ ഡെയിലി നമുക്ക് ചെയ്യുന്ന ആക്ടിവിറ്റീസ് ഒക്കെ സെയിം ആയിരിക്കും. അപ്പൊ നമ്മൾ എങ്ങനെയാണ് ഒരു വീട്ടില് നമ്മളെ സംബന്ധിച്ച ആ ഒരു റെസിഡന്റ് നമ്മുടെ ഒരു വീട്ടിലെ ഒരു അംഗത്തെ പോലെയാ. റെസിഡൻസ് മാത്രമല്ല അവരുടെ ഫാമിലി മെമ്പേഴ്സ് ഇടയ്ക്കിടയ്ക്ക് വിസിറ്റിന് വരും. അപ്പൊ നമുക്ക് അവരും ഒക്കെ ആയിട്ട് ഒരു ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകാനായിട്ട് പറ്റും. ഇപ്പൊ എസ്പെഷ്യലി ഇപ്പൊ വേറൊരു കാര്യം പറയുകയാണെങ്കിൽ നൈറ്റ് ഷിഫ്റ്റ് ചെയ്യുന്ന നഴ്സസ്
അവര് റിയലി ചലഞ്ചിൽ കൂടെ ആയിരിക്കും പോകുന്നത്. കാരണം നമ്മൾ പറഞ്ഞു ഡിമെൻഷ്യ റെസിഡൻസ് ഉണ്ട്. പൊതുവേ നഴ്സിംഗ് ഹോമിലും റെസിഡൻഷ്യൽ ഹോംസിലും ഒക്കെ ഉള്ളവർക്ക് നമ്മളെ നൈറ്റിൽ അവർക്ക് സ്ലീപ്പിംഗ് പിൽസും കാര്യങ്ങളൊക്കെ കാണും. ഒന്നാമത്തെ കാര്യം പ്രായം, രണ്ടാമത്തെ കാര്യം ഡിമെൻഷ്യ കണ്ടീഷൻസ് ഒക്കെ ഉണ്ട്. അവർക്ക് അങ്ങനെ കൂടുതലും നമുക്ക് ഇച്ചിരി മെഡിക്കേഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ മാത്രമേ അവർക്ക് നല്ല രീതിയിലുള്ള സ്ലീപ്പ് പാറ്റേണും കാര്യങ്ങളും ഒക്കെ കിട്ടത്തുള്ളൂ. അപ്പം ചില സമയത്ത് കൂടുതൽ റിസ്ക് നമുക്ക് നൈറ്റ് ആണ് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുക. കാരണം ഫോൾ റിസ്ക് കൂടുതൽ ഉണ്ടാവും. അതുപോലെ തന്നെ മിക്കവാറും അവർ ഉറങ്ങത്തില്ല. ചിലർക്ക് സ്ലീപ്പിംഗ് പിൽ ഉണ്ടെങ്കിൽ കൂടി നമുക്ക് ചില സമയത്ത് മാനേജ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. പെയിൻ കംപ്ലൈൻറ്റ്സ് ഉണ്ടാവും. അപ്പൊ അങ്ങനത്തെ ചില ചലഞ്ചസുകളുണ്ട്. എന്ന് പറഞ്ഞാൽ നൈറ്റ് ഡ്യൂട്ടി ചെയ്യുക എന്ന് പറയുന്ന ഒരു റിസ്ക് പിടിച്ച കാര്യമല്ല. കാരണം ഞാൻ പൊതുവെ നൈറ്റാണ് ചെയ്യുന്നത്. പക്ഷെ നമുക്ക് മാക്സിമം, അതായത് നമുക്ക് ഡെയിലി നമ്മൾ ഡീൽ ചെയ്യുന്ന റെസിഡൻസ് ആണ്. അപ്പൊ അവരുടെ രീതികൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ അതാണ് മെയിൻ ആയിട്ട്. ചലഞ്ചസുകൾ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ചലഞ്ചസുകളുണ്ട്. പക്ഷേ നല്ലൊരു നേഴ്സ് എന്ന രീതിയിൽ നമുക്ക് നല്ല രീതിയിൽ അത് ഹാൻഡിൽ ചെയ്തുകൊണ്ട് പോയാൽ നല്ല രീതിയിൽ നമുക്കത് ഓവർകം ചെയ്ത് നല്ല സ്മൂത്ത് ആയിട്ട് നമ്മുടെ ആ ഡെയിലി ആക്ടിവിറ്റീസ് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റും. അപ്പം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത് എന്താണ് ഡിഫറൻസ് എന്താണ്, അല്ലെങ്കിൽ എന്താണ് മെയിൻ ആയിട്ട് ഈ നേഴ്സിംഗ് ഹോം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, അതുപോലെ തന്നെ നേഴ്സിംഗ് ഹോമും അതുപോലെ ഈ എന്താ പറയാ റെസിഡൻഷ്യൽ ഹോംസും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്, ഇതിനെപ്പറ്റിയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത്. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും കൂടുതലായിട്ട് ഇപ്പൊ ആദ്യമായിട്ടൊക്കെ ഇങ്ങോട്ട് വരാൻ നിൽക്കുന്നത്, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കൺസെപ്റ്റിനെ പറ്റി കൂടുതലായിട്ട് അറിയാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ എനിക്ക് കമന്റുകൾ അയക്കാം. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ, അല്ലെങ്കിൽ ഈ ടോപ്പിക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് അടിക്കാനും അതോടൊപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പം ഇനി വരും ദിവസങ്ങളിലും നമുക്ക് ഈ നഴ്സിംഗ് ഹോം റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്കുകൾ ചർച്ച ചെയ്യാം. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ എന്തൊക്കെയാണ് നടക്കുന്നത്, അല്ലെങ്കിൽ ഡെയിലി ലൈഫിൽ എന്തൊക്കെയാണ് നടക്കുന്നത് എന്നൊക്കെ പറ്റിയുള്ള ഡീറ്റെയിൽ വീഡിയോ നമുക്ക് വരും എപ്പിസോഡുകളിൽ കാണാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും കൂടുതലായിട്ട് അറിയണം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എനിക്ക് കമന്റ് ചെയ്യുക, അല്ലെങ്കിൽ എനിക്ക് പേഴ്സണലായിട്ട് മെയിൽ അയച്ചാലും മതി. നമുക്ക് ആ ടോപ്പിക്കുകൾ ഡിസ്കസ് ചെയ്യാം. അപ്പം ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പം അടുത്തൊരു എപ്പിസോഡിൽ കാണുന്നത് വരെ ബൈ.